ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ ഹെർക്കുലീസ് ഫിറ്റ്നസ് എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം. വെൽനെക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് സർവീസ് നിയർ സീതി ഹാജി സ്റ്റേഡിയം, എടവണ്ണ. ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു. കാളികാവ് തൊടികപ്പുലത്ത് പള്ളി കുത്തിത്തുറന്ന പണവും സ്വർണവും കവർന്ന കള്ളൻ പോലീസ് പിടിയിൽ. ജൂലൈ 12 പുലർച്ചെ കാളികാവ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ തൊടികപ്പുലം സലഫി മസ്ജിദ് കുത്തിത്തുറന്ന പള്ളിയിൽ സൂക്ഷിച്ചിരുന്ന 80,000 രൂപയും 1.5 പവൻ സ്വർണ്ണാഭരണങ്ങളും മോഷണം പോയ കാര്യത്തിന് കാളികാവ് പോലീസ് കേസെടുത്ത കാളികാവ് പോലീസ് ഇൻസ്പെക്ടർ വി അനീഷിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. സ്ഥലത്തെ താമസക്കാരെയും മറ്റും ചോദ്യം ചെയ്തും സ്ഥലത്ത് വന്നു പോയിരുന്ന അപരിചിതരെക്കുറിച്ചും തൊടികപ്പുലത്തെ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തിയെങ്കിലും വ്യക്തമായ തെളിവ് ലഭിക്കാത്തതിനെ തുടർന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി വിശ്വനാഥ് IPSന്റെ നിർദ്ദേശത്തെ തുടർന്ന് നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാമിന്റെ നിരീക്ഷണത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് ശാസ്ത്രീയമായ രീതിയിൽ അന്വേഷണം നടത്തിയതിലാണ് പള്ളിയുടെ സമീപത്ത് വാടകയ്ക്ക് താമസിക്കുകയായിരുന്ന കൊളത്തോടൻ നവാസ് പിടിയിലായത്. കൊല്ലം ചിത്ര സ്വദേശിയായ നവാസ് ചെറുപ്പത്തിലെ നാടുവിടുകയും മട്ടന്നൂരിൽ എത്തി അവിടെ നിന്നും കല്യാണം കഴിക്കുകയും അതിൽ 2 കുട്ടികളായ ശേഷം ആദ്യ ഭാര്യ മരണപ്പെട്ടതിനെ തുടർന്ന് കുട്ടികളെ ഉപേക്ഷിച്ച ശേഷം മമ്പാട്, ഓടായിക്കൽ, പാലക്കാട് ജില്ലയിലെ എടത്തനാട്ടുകര തുടങ്ങി വിവിധ സ്ഥലങ്ങളിൽ നിന്നും പ്രതി വിവാഹം കഴിച്ചിട്ടുണ്ട്. നിലവിൽ മലപ്പുറം ജില്ലയിലെ കാളികാവ് പള്ളിശ്ശേരി എന്ന സ്ഥലത്തു നിന്നും വിവാഹം കഴിച്ച തൊടികപ്പുലം പള്ളിക്ക് സമീപം വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു. പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്നും ഡൈവോഴ്സായ സ്ത്രീകളെയും കല്യാണം കഴിക്കുകയും അവരിൽ നിന്നും ലഭിക്കുന്ന പണവും സ്വർണവും ഉപയോഗിച്ച് ജീവിക്കുകയായിരുന്നു പ്രതിയുടെ രീതി. ഒരു ഭാര്യയുടെ കൂടെ 6 മാസത്തോളമാണ് പ്രതി കുടുംബജീവിതം നയിച്ചിരുന്നത്. തുടർന്ന് പുതിയ മേച്ചിൻപുറം തേടുന്നതാണ് രീതി. കളവ് നടത്തിയ ശേഷം പ്രതി വെളുപ്പിന് 5:20 ട്രെയിനിൽ ഷൊർണൂരിലേക്ക് പോവുകയും അവിടെ നിന്നും കാസർഗോഡ്, കോട്ടാഞ്ചേരി, ഹോസ്ദുർഗ, ബംഗളൂര്, ഭിതണ്ടി, രാമാനഗർ എന്നിവിടങ്ങളിലും പിന്നീട് കോട്ടയം, കൊല്ലം എന്നിവിടങ്ങളിലും സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. കളവ് നടത്തിയതിനു ശേഷം പ്രതി സ്ഥിരമായി ഒരു സ്ഥലത്ത് താമസിക്കാറില്ലായിരുന്നു. പ്രതിയെ പിടികൂടുന്നതിനായി കാളികാവ് പോലീസ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ ശാസ്ത്രീയമായ അന്വേഷണം നടത്തിവരവെ ഹോസ്ദുർഗ് പോലീസിന്റെ സഹായത്തോടെ ഹോസ്ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പ്രതി പിടിയിലാവുകയായിരുന്നു. പ്രതിയെ പള്ളിയിലും പരിസരങ്ങളിലും കൊണ്ടുവന്ന തെളിവെടുപ്പ് നടത്തിയതിൽ തൊടികപ്പുലം റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ കുറ്റിക്കാട്ടിൽ ഒളിപ്പിച്ചിരുന്നു. പള്ളി പൊളിക്കാൻ ഉപയോഗിച്ച ആയുധം കണ്ടെടുത്തു. പ്രതിക്ക് സമാന രീതിയിലുള്ള മറ്റ് കേസുകൾ ഉണ്ടോയെന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. അന്വേഷണ സംഘത്തിൽ ഇൻസ്പെക്ടർ വി അനീഷിനോടൊപ്പം സബ് ഇൻസ്പെക്ടർ അൻവർ സാദത്ത് ഇല്ലിക്കൽ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ റിയാസ് ചീനി, കെ ഷൈജു, എം ജയേഷ്, KM ഷമീർ, മൻസൂർ അലി, സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസറായ ടി വിനു, CPO MK മഹേഷ് എന്നിവരുമുണ്ടായിരുന്നു. പ്രതിയെ മഞ്ചേരി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാളികാവ്. Charitra Vivag Bridal Collections by Shobhika Weddings.